അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് ഫോഴ്സ്, എന്താണ് ലോസ് ഓഫ് മോഷൻ. ഇത് നമുക്കറിയാം. പക്ഷേ പ്രശ്നം വരുന്നത് ഇവിടെ നിന്നും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് മിക്കപ്പോഴും ഇതിനകത്ത് ഇക്വേഷൻസ് വരുന്നുണ്ട്. ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലംസ് വരാം, അല്ലെങ്കിൽ സിമ്പിൾ തിയറി ക്വസ്റ്റ്യൻസ് വരാം. ഇതൊക്കെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അപ്പം നമുക്ക് ആദ്യം ഇതിന്റെ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എങ്ങനെയാണിത് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൂടി പറയുവാണ് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ ആണ്. നമുക്കറിയാം എന്താണ് ഈ ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് കൊണ്ട് എന്ത് സംഭവിക്കും? ഒരു ഒബ്ജക്റ്റിന് ഫോഴ്സ് പറഞ്ഞാൽ മലയാളത്തിൽ ബലം എന്നാണ്. സ്വാഭാവികമായിട്ടും ഈ ഫോഴ്സ് കൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഒരു ഫോഴ്സിന് നമ്മുടെ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഒരു വെലോസിറ്റി മൂവ് ചെയ്യുവാണെങ്കിൽ ഈ ഫോഴ്സ് കാരണം ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. ശരിയല്ലേ? ഒരു ഒബ്ജക്റ്റ് ഇത്ര വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ചേഞ്ച് ആവും. ഒന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകും, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് പോകും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഫോഴ്സ് കൊണ്ട് ഈ പറയുന്ന ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യിപ്പിക്കും. രണ്ടാമത്, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണോ അതിന്റെ ഡയറക്ഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യിപ്പിക്കാം. അപ്പൊ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഈ ഒബ്ജക്റ്റ് ഏതെങ്കിലും ദിശയിൽ മൂവ് ചെയ്യുമ്പോൾ, ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് ഒരു പക്ഷേ സാധിക്കും. കൂടാതെ വേണമെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് ആൻഡ് സൈസ് നമുക്ക് ഈ ഫോഴ്സ് കൊണ്ട് ചേഞ്ച് ചെയ്യിപ്പിക്കാം. അപ്പം ഫോഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് അതിന്റെ വെലോസിറ്റി, അതിന്റെ ഡയറക്ഷൻ, അതിന്റെ ഷേപ്പ് ആൻഡ് സൈസ്, ഇത് മൂന്നും ചേഞ്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ഫോഴ്സിന്റെ കഴിവെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നമ്മളിപ്പം ഷേപ്പ് ആൻഡ് സൈസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു സാധനമാണ് നമ്മുടെ സ്പ്രിങ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഈ സ്പ്രിങ്ങിനെ നമ്മൾ സാധാരണയായിട്ട് ഫോഴ്സ് ഈ രണ്ട് ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്പ്രിങ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ശരിയല്ലേ? സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യും. അതേ കൂട്ട് തന്നെ നമുക്ക് ഒരു റബ്ബർ ബോൾ ഉണ്ടെങ്കിൽ ആ റബ്ബർ ബോളിൽ നമ്മൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അല്ലെങ്കിൽ നമ്മൾ സ്ക്യൂസ് ചെയ്യുക എന്ന് പറയും, അല്ലെ? രണ്ട് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് കംപ്രഷൻ എന്ന് പറയാം. കംപ്രസ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഫോഴ്സ് കൊണ്ട് കാണുന്നത്. അപ്പം ഒരു ഫോഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യിപ്പിക്കാം, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിപ്പിക്കാം, ഷേപ്പ് ആൻഡ് സൈസ് ചേഞ്ച് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്കറിയാം ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫോഴ്സ് രണ്ട് ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഫോഴ്സിന്റെ ബാലൻസ്ഡ് കണ്ടീഷനും ഉണ്ട്, അൺബാലൻസ്ഡ് കണ്ടീഷനും ഉണ്ട്. നമ്മൾ ഒരു ബ്ലോക്ക് ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ രണ്ട് ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഫോഴ്സിൽ പുള്ള് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബോഡിക്ക് ഒന്നും സംഭവിക്കത്തില്ല. ആ ബോഡി അതേ സ്ഥലത്ത് തുടരും. ഓക്കെ, ഇങ്ങനെ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് balanced force. When equal forces are applied to both strings, the block remains stationary. These are called ബാലൻസ്ഡ് ഫോഴ്സ്. ഒരു വസ്തുവിനെ സ്റ്റേഷനറി ആയിട്ട് തന്നെ തുടരാൻ അനുവദിക്കുന്നത് ഏത് ഫോഴ്സ് ആണോ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, അതൊരിക്കലും അത് സ്വാഭാവികമായിട്ടും ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷനെ അല്ലെങ്കിൽ അത് മോഷനെ മാറ്റാൻ സഹായിക്കുന്നതല്ല ഈ ഫോഴ്സ്. അത് ബാലൻസ്ഡ് കണ്ടീഷനുള്ള ഫോഴ്സ് ആണ്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു ബോക്സിന് ഒരു സൈഡിൽ കൂടുതൽ ഫോഴ്സും മറ്റേ സൈഡിൽ കുറച്ച് ഫോഴ്സും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും ഒരിടത്ത് ഫോഴ്സ് കൂടി വരുമ്പോൾ അത് നമ്മൾ ഈ പറയുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ശരിയാണേ? ഓക്കെ, അപ്പം ആ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അൺബാലൻസ്ഡ് ഫോഴ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയും. ക്ലിയർ ആണേ? ബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ്. നമ്മൾ ഈ ബാലൻസ്ഡ് ഫോഴ്സിന്റെയും അൺബാലൻസ്ഡ് ഫോഴ്സിന്റെയും കാര്യം പറയുമ്പോൾ കയറി വരുന്ന മറ്റൊരു മെയിൻ ഫാക്ടർ ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ ഒരു ബോഡിയെ ഇപ്പൊ ഈ കാണുന്ന കൂട്ട് നമ്മൾ ഒരു ബോഡിയെ ഒരു ഫ്ലോറിൽ വെച്ചിരിക്കുകയാണ്. ഒരു ബോക്സ് ഫ്ലോറിൽ വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ പുഷ് ചെയ്യുന്നു. ഓക്കെ, പുഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും
നമ്മൾ ഫ്രിക്ഷൻ ഇവിടെ ഉണ്ടാവും അല്ലെ, നമ്മുടെ ഈ ഫ്ലോറും അതേ കൂട്ട് തന്നെ ഈ ബോഡിയുടെ സർഫസ് തമ്മിൽ എന്തുണ്ടാവും, ഒരു ഫോഴ്സ് ഉണ്ടാവും. എന്നെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ നമ്മൾ എങ്ങോട്ടാണോ ബോഡിയെ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്തുണ്ടാവുന്നത്, ഫോഴ്സ് ഉണ്ടാവുന്ന കാര്യം നമുക്കറിയാം. ശരിയാണ്, എങ്ങോട്ടാണോ നമ്മൾ മൂവ് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ സർഫസിന്റെ ഫോഴ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്രിക്ഷൻ. ഓക്കെ, അപ്പം ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. റഫ് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷന്റെ എഫക്ട് കൂടുതലായിരിക്കും. ശരിയല്ലേ, സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻ കുറവും റഫ് സർഫസിൽ ഫ്രിക്ഷൻ കൂടുതലുമായിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും ആദ്യം ഒരു ഫോഴ്സ് കൊടുത്തു, മൂവ് ചെയ്തില്ല ബോക്സ്. വീണ്ടും ഫോഴ്സ് ഇച്ചിലൂടെ കൂട്ടി കൊടുത്തു, അപ്പോഴും ഈ പറയുന്ന ബോക്സ് മാക്സിമം സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിരിക്കുകയാണ്. ഈ ഫ്രിക്ഷനും അതേ രീതിയിലുള്ള ഫോഴ്സ് തിരിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഒരു വലിയ ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ ഇപ്പോഴും നോക്കണം, ഇത് ബാലൻസ്ഡ് ആണ്, ഇതും ബാലൻസ്ഡ് കണ്ടീഷൻ ആണ്. എന്നാൽ നമ്മൾ വീണ്ടും ഫോഴ്സ് ഒത്തിരി കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്രിക്ഷന്റെ എഫക്റ്റിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിൽ ഫോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് മുൻപിലേക്ക് മൂവ് ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാവും ഈ കണ്ടീഷൻ എന്ത് കണ്ടീഷനാണ്, അൺബാലൻസ്ഡ് ഫോഴ്സ് കണ്ടീഷൻ ആണ്. ഇതാണ് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മൾ സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചില ഇറക്കമൊക്കെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പെഡൽ ചവിട്ടൂല. ഈ പറയുന്ന സൈക്കിള് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും, പക്ഷെ കുറെ ദൂരം പോയി കഴിയുമ്പോൾ പെഡൽ ചവിട്ടാതിരിക്കുമ്പം സൈക്കിൾ വേണമെങ്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം, അല്ലെ സ്പീഡ് കുറഞ്ഞു വരുന്ന അവസ്ഥയിലേക്ക് വരാം. ഇതിന് കാരണം ആരാണ്, ഈ പറയുന്ന സൈക്കിളിന്റെ ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് കാരണമാണ് നമ്മുടെ ഈ മോഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അത് കാരണം ഈ പറഞ്ഞ സൈക്കിള് പിന്നീട് അത് റെസ്റ്റിലേക്ക് എത്തുന്ന അവസ്ഥയിൽ വരും. ഓക്കെ, എന്നാൽ നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റ്, വെൻ ആൻ ഒബ്ജക്ട് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്, ദാറ്റ് ഈസ് പെഡലിംഗ് ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആർ ബാലൻസ്ഡ് വിത്ത് നോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂണിഫോം വെലോസിറ്റിയിൽ പോവാന്ന് പറയും. എപ്പോഴായിരിക്കും സംഭവിക്കുന്നത്, എപ്പോഴാണോ ഒരു വസ്തു യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്നത് അതിന് കാരണം അവിടെ ഒരു എന്ത് സംഭവിക്കുന്നുണ്ടാ, ബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നോണ്ടാണ്. ഇപ്പൊ സൈക്കിളിന്റെ കേസിൽ പറയുമ്പം നമ്മുടെ ഈ പെഡലിംഗ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സ് തമ്മിൽ എപ്പോൾ ഈക്വൽ ആയി വരുന്നു അപ്പോൾ അത് ബാലൻസ് ആവും. അപ്പോഴാണ് ഒരു വസ്തു എന്ത് ചെയ്യുന്നത്, യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി അൺബാലൻസ്ഡ് ഫോഴ്സസ് ചേഞ്ച് ആൻ ഒബ്ജക്ട് സ്പീഡ് ഓർ ഡയറക്ഷൻ കോസിങ് ആക്സലറേഷൻ. അപ്പൊ എപ്പോഴെങ്കിലും അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് കാരണം ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡ് വേരി ചെയ്യും, കൂടാതെ എന്ത് ചെയ്യും, ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. അത് കാരണം എന്തുണ്ടാവും, ആക്സിലറേഷൻ ആ ബോഡിക്കുണ്ടാവും. അപ്പോഴാണ് ആ ബോഡിക്ക് എന്തുണ്ടാവുന്നത്, ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. വൺസ് ദ ഫോഴ്സ് ഈസ് റിമൂവ്ഡ് ദ ഒബ്ജക്ട് കണ്ടിന്യൂസ് മൂവിംഗ് വിത്ത് ദ വെലോസിറ്റി ഇറ്റ് ഹാഡ് അക്വയർഡ് അപ് ടു ദാറ്റ് പോയിന്റ്. അപ്പൊ എപ്പോഴാണോ ഈ പറഞ്ഞ നമ്മുടെ ഫോഴ്സ് റിമൂവ് ആവുന്നത് അപ്പോൾ വീണ്ടും തിരിച്ച് പഴയ ആ വെലോസിറ്റി അക്യൂർ ചെയ്യും. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും എങ്ങനെയാണ് വെലോസിറ്റിയെയും അതേ കൂട്ട് ആക്സിലറേഷനെയും അഫക്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ലോ ആണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമുക്ക് അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന ലോ ആണ്. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ലോ തുടക്കം കുറിച്ചത് നമുക്കറിയാം. ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ആര് കണ്ടുപിടിച്ചെന്നാണ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്നാണ് പറയാറുള്ളത് അല്ലെ. ന്യൂട്ടൺ ആണ് കണ്ടുപിടിച്ചത്. എന്നാൽ ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഗലീലിയോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അതിനകത്ത് പല എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി ചെയ്തത് ഈ ഡയഗ്രത്തിൽ കാണുന്ന കൂട്ട് ഒരു മാർബിൾ പീസ് ആണ്. ഈ മാർബിൾ പീസ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ഒരു ആംഗിൾ ഇരിക്കുന്നതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മാർബിൾ പ്ലേറ്റ് താഴോട്ട് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വെലോസിറ്റി കൂടി വരുന്ന കാണാൻ പറ്റും. ഓക്കെ, അത് കാരണം എന്തുകൊണ്ടാ, അൺബാലൻസ്ഡ് ഫോഴ്സ്, ഗ്രാവിറ്റിയുടെ അൺബാലൻസ്ഡ് ഫോഴ്സ് കാരണമാണ് അങ്ങനെ വെലോസിറ്റി കൂടെ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അതേ കൂട്ടി നേരെ തിരിച്ച് ഈ പറയുന്ന മാർബിൾ പീസിനെ നമ്മൾ മുകളിലേക്ക് ഇൻക്ലൈൻഡ് പ്ലെയിന്റെ മുകളിലേക്ക് ക്ലൈംസ് അപ്പ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇതിന്റെ വെലോസിറ്റി മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഒരു കേസിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു, മറ്റേ കേസിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്തു. ഇനി ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സർഫസിന് ഒരു ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഇനി ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സെറ്റപ്പിലാണ് നടത്തുന്നതെങ്കിൽ, ഫ്രിക്ഷൻലെസ് സെറ്റപ്പിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും പറയപ്പെടുന്നത് ഈ മാർബിള് ഏത് ഹൈറ്റിൽ നിന്നാണോ നമ്മൾ വിടുന്നത് അത് എത്ര ഇൻക്ലിനേഷൻ മാറിയാലും അതേ ഹൈറ്റിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ എഫക്ട് അവിടെ ഇല്ല, സ്മൂത്ത് സർഫസ് ആണ്. ഇൻ ആൻ ഐഡിയൽ ഫ്രിക്ഷൻലെസ് സെറ്റപ്പ് the marble would roll up to the same height it was
released from if the inclines are equal on both sides. എന്ത് സംഭവിച്ചാലും കണ്ടോ ഈ മൂന്ന് കേസിലും നോക്കിയേ ഇൻക്ലൈൻ ഇവിടെ തന്നെ തിരിച്ചു വന്നു കണ്ടോ ബോഡി ഇവിടെ തന്നെ തിരിച്ചു വന്നു അതേ ഹൈറ്റിൽ എത്തിയില്ലേ ശരിയല്ലേ സെയിം ഹൈറ്റിൽ ആ ബോഡി എത്തുന്നതായിട്ട് അനുഭവപ്പെടും. ഇത് ആദ്യം പറഞ്ഞത് ഗലീലിയോ ആണ്. ഇതുകൊണ്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗലീലിയോയുടെ കൺക്ലൂഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ലോയ്ക്ക് കാരണമാകുന്നത്. കേട്ടോണം, കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് there is no unbalanced force, ഒരു ബോഡിയിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ല, ലൈക്ക് ഓൺ എ ഫ്ലാറ്റ് സർഫസ് the marble would continue to move forever at a uniform speed as no force is required to maintain motion. അപ്പൊ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒരു ബോഡിയിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ട മാർബിൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഫ്ലാറ്റ് സർഫസിലാണെങ്കിൽ എത്ര ദൂരം വേണമെങ്കിലും യൂണിഫോം സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്കപ്പോ എന്ത് വേണ്ട, ഈ മോഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് വേണ്ട, ഒരു ഫോഴ്സിന്റെയും ആവശ്യമില്ലെന്ന് പുള്ളി കണ്ടുപിടിച്ചു. എന്താണ് പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ. അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഇഫ് there is no അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലാറ്റ് സർഫസിൽ ഏത് ബോഡിയും അത് എത്ര ദൂരം വേണമെങ്കിലും എന്ത് ചെയ്യും, യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതിനു വേണ്ടി ആ മോഷനെ തുടരാൻ വേണ്ടി അതിന് എന്ത് വേണ്ട, ഒരു ഫോഴ്സിന്റെയും ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. നമുക്കറിയാം, ഞാൻ പറഞ്ഞ അനുസരിച്ച് ഒരു ഒബ്ജക്റ്റ് സാധാരണയായിട്ട് ഒരു സർഫസിൽ കൂടി പോകുമ്പോൾ ഫ്രിക്ഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്, സ്ലോ ഡൗൺ ആവുന്നത്. സത്യമാണല്ലേ? ഒരു ഒബ്ജക്റ്റ് ഒരു സർഫസിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ വേറെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ലെങ്കിൽ അത് എന്ത് കാരണം സ്ലോ ആകും, ഫ്രിക്ഷൻ കാരണം സ്ലോ ആകും. ഓക്കെ, അങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കുവാണെങ്കിൽ റെഡ്യൂസിങ് ഫ്രിക്ഷൻ ക്യാൻ മിനിമൈസ് ദിസ് എഫക്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കുവാണെങ്കിൽ ഈ പറയുന്ന സ്ലോ ഡൗൺ എന്നുള്ള ആ പ്രോസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും അല്ലെ? യൂണിഫോം വെലോസിറ്റിയിൽ അല്ലെങ്കിൽ യൂണിഫോം സ്പീഡിൽ ആ ബോഡി മൂവ് ചെയ്യാൻ കാരണമാകും. ഇതിൽ നിന്നാണ് ന്യൂട്ടൺ അദ്ദേഹത്തിന്റെ ലോ കണ്ടുപിടിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗലീലിയോ ആണ് ഇത് തുടങ്ങിയത്, ന്യൂട്ടൺ ആണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഒരാൾ തുടങ്ങി മറ്റേയാൾ തീർത്ത്, അതാണ് സത്യം. ഓക്കെ, അപ്പം ന്യൂട്ടൺ ആണ് ഈ പറഞ്ഞ ഗലീലിയോയുടെ കൺക്ലൂഷനിൽ നിന്നും പറഞ്ഞു നമ്മുടെ ന്യൂട്ടൺസ് ലോ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻസ് കണ്ടുപിടിക്കുകയുണ്ടായി. ഇനി അപ്പം നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ആണ്. നമുക്ക് അറിയാവുന്ന 3 ലോ ഉണ്ട്. അതിലെ ആദ്യത്തെ ലോ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്, അതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് ലോ ഓഫ് ഇനേർഷ്യ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലോ ഓഫ് ഇനേർഷ്യ. ആൻ ഒബ്ജക്ട് റിമെയിൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion in a straight line unless compelled to change that state by an applied force. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. ഒരു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുക എന്നൊക്കെ പറയുന്ന കൂട്ട് ഒരു ബോഡി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനെ തടസ്സപ്പെടാത്താനായിട്ട് മറ്റൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ബോഡി എന്ത് ചെയ്യും, ഈ പറയുന്ന ഇങ്ങനെ യൂണിഫോം മോഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. സിമ്പിൾ പരിപാടിയാണ് അല്ലെ? ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ. അത് ബാലൻസ് അൺബാലൻസ് ഫോഴ്സിൽ നിന്ന് വന്നതാണ്. പറയുന്ന ഇത്രയാണ്, ഒരു ബോഡി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ ബോഡി എന്ന് പറയുന്നത് അതേ അവസ്ഥയെ തുടരാൻ ആഗ്രഹിക്കുന്നു, അതേ അവസ്ഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്. കേൾക്കണം. ആൻ ഒബ്ജക്ട് റിമെയിൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് കമ്പൽഡ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ് ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ്. അതാണ് കാര്യം. അപ്പം ഫോഴ്സിന്റെ എഫക്റ്റ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് ദാറ്റ് ഈസ് ഓൾ ഒബ്ജക്ട്സ് റെസിസ്റ്റ് എ ചേഞ്ച് ഇൻ ദെയർ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, സ്വാഭാവികമായിട്ട് ഏത് വസ്തുവിനും ഇഷ്ടം അതെന്തുവാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തുടരാനാണ്. നിങ്ങൾക്കും അങ്ങനെയാണ് ഇഷ്ടം അല്ലേ? ശരിയല്ലേ? എന്തെങ്കിലും ചെയ്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക, അതാണ് നിങ്ങൾക്ക് ഇഷ്ടം. ശരിയല്ലേ? പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം പ്രശ്നമാണ്, പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അവിടെ പ്രശ്നം ഉണ്ടാവും. ഉറങ്ങിക്കൊണ്ടിരിക്കാൻ പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഏത് വസ്തുവിലും, നമ്മുടെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഏത് വസ്തുവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തുടരുന്ന കാര്യം സന്തോഷം, അതാണ് സത്യം. പക്ഷേ അഥവാ ഇങ്ങനെ ഈ പറയുന്ന തുടരാനുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും എതിര് വരുവാണെങ്കിൽ നമുക്കത് ഇഷ്ടമല്ല അല്ലെ? അത് സ്വാഭാവികമായിട്ടും ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മുടെ മോഷനെ, ഒരു ഒബ്ജക്റ്റ് തുടർന്നുകൊണ്ടിരിക്കുന്ന മോഷനെ എന്തെങ്കിലും റെസിസ്റ്റ് വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒബ്ജക്റ്റ് ആ പറയുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. കേട്ടോ? ദ ടെൻഡൻസി ഓഫ്
undistributed or undisturbed objects to stay at rest or to keep moving with the same velocity is called inertia. ശരിയാണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയുന്ന അനുസരിച്ച് the tendency of undisturbed objects to stay at rest or to keep moving with the same velocity is called inertia. നമ്മൾ അതേ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. ഉദാഹരണം, നമ്മൾ ഒരു സൈക്കിൾ ഓട്ടിക്കൊണ്ട് പോകുമ്പോൾ ആ സൈക്കിളിന് മുമ്പിൽ എന്തെങ്കിലും ഒരു അല്ലെ ഒബ്സ്ട്രക്ഷൻ വരുവാണെങ്കിൽ ഈ കാണുന്ന കൂട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും സൈക്കിൾ അവിടെ ഇടിച്ചിട്ട് മറിയും. നമ്മൾ സൈക്കിളിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? മുൻപിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഈ ഇനേർഷ്യയുടെ എഫക്റ്റ് പലപ്പോഴും എക്സാംസിന് ചോദിക്കാറുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒന്ന് പറയുവാണെങ്കിൽ, നമ്മൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ കാർ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ നമ്മൾ മുൻപിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ശരിയല്ലേ? അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നത്? സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് എല്ലാവരും പറയുന്നത്. ഇനി ഒരു ബസ്സിൽ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ എഴുന്നേറ്റ് എന്തെങ്കിലും സഞ്ചരിക്കുമ്പോൾ ബസ് ഇങ്ങനെ റെസ്റ്റിലായിരുന്നു, പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുറകിലേക്ക് പോകുന്നതായിട്ട് കാണും. സ്വാഭാവികമായിട്ടും ഇതും നമ്മൾ എന്താണോ നിന്നത് അതേ അവസ്ഥയെ തുടരാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ബസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു? അത് തുടരാനുള്ള അവസ്ഥ കാരണമാണ് നമ്മൾ പുറകിലേക്ക് പോയത്. ഓക്കെ, ഇതാണ് ഇനേർഷ്യയുടെ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതേ കൂട്ട് തന്നെ നമ്മൾ കാറിൽ പോകുമ്പോൾ നമ്മൾ ഈ വളവൊക്കെ തിരിയുവാണെങ്കിൽ നമ്മൾ വളവിനനുസരിച്ച് അങ്ങോട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ? അൺബാലൻസ്ഡ് ഫോഴ്സിന്റെ എഫക്ട് കാരണം. ഇതും ഇനേർഷ്യ കാരണം. ഇതൊക്കെ എക്സാമ്പിൾസ് ഫോർ ഇനേർഷ്യ ആണ്. അപ്പം ഇനേർഷ്യ ആണ് നമ്മുടെ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ലോയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ലോ ഓഫ് ഇനേർഷ്യ. ഓർത്തിരുന്നോണം, ഫസ്റ്റ് ലോ എന്താണ് എന്ന് ചോദിച്ചാൽ, an object remains in a state of rest or uniform motion in a straight line unless compelled to change that state by an applied force. This is also known as law of inertia because it gives the definition for inertia. അതെന്ത് തരും? ഇനേർഷ്യയുടെ ഡെഫിനിഷൻ പറയുന്നത് ഈ ഫസ്റ്റ് ലോ ആണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയുന്നത്. ഇതേ സാധനം തന്നെ നമ്മൾ പലപ്പോഴും ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ, നമ്മളിപ്പോ ക്യാരം ബോർഡ് കളിക്കുകയാണെങ്കിൽ ക്യാരം ബോർഡിൽ നമുക്കറിയാം സ്ട്രൈക്കർ നമ്മുടെ കോയിനിൽ ഹിറ്റ് ചെയ്യുമ്പം സ്ട്രൈക്കർ വന്ന് ഇടിച്ച അല്ലെ, സ്ട്രൈക്കർ വന്ന് ഇടിക്കും, ആ കോയിൻ മാത്രം അവിടുന്ന് ഡിസ്പ്ലേസ് ആവും, സ്ട്രൈക്കർ കറക്റ്റ് ആയിട്ട് വന്ന് അവിടെ വന്നിരിക്കും. ശരിയല്ലേ? ഇത് ഇനേർഷ്യയുടെ ഒരു എഫക്റ്റ് ആണ്. അതേ കൂട്ട് നമുക്ക് സ്ഥിരമായിട്ട് അറിയുന്ന ഒരു പരിപാടിയാണ് ഇത് പരിപാടി. പണ്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളിൽ അല്ലെ? ചെറിയ ക്ലാസ്സുകളിൽ ചെയ്ത പരിപാടിയാണ്. നമ്മളൊരു ഗ്ലാസിന്റെ മുകളിൽ ഒരു പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ണം സാധനം വെച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിൽ കോയിൻ വെക്കുവാണെങ്കിൽ ഈ പേപ്പർ നമ്മൾ പെട്ടെന്ന് ഒരു ഫോഴ്സ് കൊടുത്ത് ആ പേപ്പറിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ പേപ്പറിന്റെ കൊടുത്ത് ആര് പോത്തില്ല? കോയിൻ പോത്തില്ല. നേരെ കോയിൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഗ്ലാസിനുള്ളിലേക്ക് വീഴും. ഓക്കെ, ഇതൊക്കെ ഇനേർഷ്യക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഇനേർഷ്യ. അപ്പൊ ഇനേർഷ്യ ഡെഫിനിഷൻ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അങ്ങനെയെങ്കിൽ ഈ മാസുമായിട്ട് ഇനേർഷ്യക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ഒബ്ജക്റ്റിന്റെ മാസുമായിട്ട് ഇനേർഷ്യക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? മാസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അറിയാവോ? മാസ് 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 എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്മളെല്ലാം കേട്ടുള്ളൂ അല്ലെ? മാസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാറ്റർ കണ്ടെയ്ൻ ഇൻ എ ബോഡിയാണ് അല്ലെ? ഒരു ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന ആ പറയുന്ന മാറ്ററിനെ വിളിക്കുന്ന പേരാണ് മാസ് എന്ന്. മലയാളത്തിൽ പിണ്ഡം എന്നൊക്കെ പറയും അല്ലെ? അങ്ങനെയാണ് മലയാളത്തിലെ പേര് കേട്ടോ, മാസ് എന്ന് പറഞ്ഞത്. അപ്പൊ കേട്ടോ, അപ്പൊ നമുക്ക് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇനേർഷ്യ എന്ന് പറയുന്നത് മാസിനനുസരിച്ച് വേരി ചെയ്യും. ഇനേർഷ്യ വേരീസ് വിത്ത് മാസ്. ഓക്കെ, അപ്പം ഈ പറയുന്ന നമ്മൾ ഇനേർഷ്യ കൂടുതലാണോ, ഈ സ്വാഭാവികമായിട്ടും എത്ര മാസ് കൂടുന്നോ അതനുസരിച്ച് ഇനേർഷ്യയും എന്ത് ചെയ്യും? കൂടും. ഹെവിയർ ഒബ്ജക്ട്സ് ഹാവ് ലാർജർ ഇനേർഷ്യ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. എന്താ പറഞ്ഞത്? ഹെവിയർ ഒബ്ജക്ട്സ് ഹാവ് ലാർജർ ഇനേർഷ്യ. കൂടാതെ സോ ദേ റെസിസ്റ്റ് ചേഞ്ച് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ മോർ സ്ട്രോങ്ലി. അതുകൊണ്ട് തന്നെ മാസ് കൂടിയ ഒരു വസ്തു, ശ്രദ്ധിക്കണേ, മാസ് കൂടിയ ഒരു വസ്തു സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എന്തെങ്കിലും ചേഞ്ച് അതിന് വരുത്താൻ നോക്കിയാൽ ഇഷ്ടമല്ല. അത് മാക്സിമം എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും. കാരണം എന്താ? ഹെവിയർ ആയതുകൊണ്ട് ഇനേർഷ്യ ലാർജ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യമാണ്, ഇറ്റ് ഈസ് ഈസിയർ ടു പുഷ് ആൻ എംപ്റ്റി ബോക്സ് ദാൻ എ ബോക്സ് ഫുൾ ഓഫ് ബുക്സ്. സ്വാഭാവികമായിട്ടും ഒരു എംപ്റ്റി ബോക്സ് എന്ന് പറഞ്ഞാൽ മാസ് കുറവാണ്. ഓക്കെ, അതിനെ നമുക്ക് എളുപ്പം തള്ളി നീക്കാൻ പറ്റും. എന്നാൽ ഈ പറയുന്ന ബോക്സ് നല്ല സാധനം ഉണ്ടെങ്കിൽ നമുക്ക് തള്ളി നീക്കാൻ പറ്റുമോ? ഇല്ല. അതാ പറഞ്ഞത്, മാസും ഇനേർഷ്യ തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. മാസ് കൂടിയാൽ ഇനേർഷ്യ കൂടും. അതേ കൂട്ട് തന്നെ നമുക്കൊരു ഫുട്ബോൾ തട്ടിത്തെറിപ്പിക്കാം, അതിന് മാസ് കുറവാണ്. എന്നാൽ അതിന് പകരം അത്രയും മാസുള്ള ഒരു കല്ല് തട്ടിത്തെറിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേ കൂട്ട് തന്നെ
തൊട്ട് മുമ്പിൽ പറഞ്ഞ കേസിലെ ഗ്ലാസിനകത്തിരുന്ന കോയിന്റെ മാസ് ഒന്ന് കൂട്ടി കൊടുക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അല്ലെ, നമ്മൾ ഒരു രൂപയുടെ കോയിനാണ് മുമ്പേ തട്ടിത്തെറിപ്പിച്ചെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു 5 രൂപയുടെ കോയിൻ ആണെങ്കിൽ നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താലും ഈ സാധനം നേരെ താഴോട്ട് പോകാൻ ആഗ്രഹിക്കും. കാരണം എന്താ, അതിന് വീണ്ടും റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. അപ്പം മാസ് കൂടി, അതുകൊണ്ട് എന്ത് ചെയ്തു, അതിന്റെ ഇനേർഷ്യ കൂടി. ഇത്രേ ഉള്ളൂ. ഇനേർഷ്യ ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്ട് ടു റെസിസ്റ്റ് ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടരാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ്, ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. ക്വാണ്ടിറ്റേറ്റീവ്ലി ദ ഇനേർഷ്യ ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് മെഷർഡ് ബൈ ഇറ്റ്സ് മാസ്. എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റിന്റെ ഇനേർഷ്യ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തിൽ നിന്നായിരിക്കും, അതിന്റെ മാസിൽ നിന്നായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. ഇവിടുന്ന് പല തിയറി സാധനവും ചോദിക്കും. ക്ലിയർ ആണ്? അപ്പൊ അതാണ് കാര്യം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റ് ലോ പറഞ്ഞു, ഇനി അടുത്ത ലോയിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഇപ്പൊ ചോദിക്കപ്പെട്ടെന്ന് വന്നില്ലെങ്കിലും അറിയണം. നമുക്കറിയാം ഫസ്റ്റ് ലോ പറയുന്നത് എന്തിനെ കുറിച്ചാ, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് കാരണം ഒരു ബോഡിയുടെ വെലോസിറ്റി, അത് കാരണം വെലോസിറ്റി ചേഞ്ച് ആവും, അത് കാരണം എന്തുണ്ടാവും, ആക്സിലറേഷൻ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു അല്ലെ, ശരിയല്ലേ? ഒരു ബാലൻസ്ഡ് ഫോഴ്സ് ആണ്, ഒരു കുഴപ്പമില്ല. അൺബാലൻസ്ഡ് ഫോഴ്സ്, ബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കുമ്പോൾ ഒരു വസ്തു എപ്പോഴും അതിന് യൂണിഫോം വെലോസിറ്റി തുടരും, ശരിയല്ലേ? ബാലൻസ്ഡ് ഫോഴ്സ് ആണ് ഒരു വസ്തു യൂണിഫോം വെലോസിറ്റി തുടരും. എന്നാൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വരുവാണെങ്കിൽ അത് കാരണം വസ്തുവിന്റെ വെലോസിറ്റി ചേഞ്ച് ആവും. വെലോസിറ്റി ചേഞ്ച് ആയാൽ എന്ത് മാറും, ആക്സിലറേഷനെ ബാധിക്കും. അതാണ് പറഞ്ഞു വന്നത് ഇവിടെ ഫസ്റ്റ് ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ ദ ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡിപെൻഡ്സ് ഓൺ ദി ഫോഴ്സ്. ശരിയാണല്ലേ? ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നു, ഫോഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്നു. ദ ഇമ്പാക്ട് ഓഫ് ഒബ്ജക്ട്സ് ഡിപെൻഡ്സ് ഓൺ ദെയർ മാസ് ആൻഡ് വെലോസിറ്റി. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഡിപെൻഡ് ചെയ്യുന്നത് അതിന്റെ മാസിനെയും വെലോസിറ്റിയെയും ആയിരിക്കും. ഓക്കെ, ഇത് പറയാൻ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ടേബിൾ ടെന്നീസിന്റെ ബോൾ കണ്ടിട്ടുണ്ടല്ലേ, ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോളാണ്. അത് വന്ന് നമ്മൾ നേരത്തെ ഇടിക്കുവാണെങ്കിൽ നമുക്ക് വേദന എടുക്കുന്നത് കുറവായിരിക്കും, വേദന എടുക്കൂല. എന്നാൽ അതിന് പകരം ഒരു ക്രിക്കറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ ചില വെയിറ്റ് ഉള്ള ബോളാണ്, അത് വന്നിടിച്ചാൽ നമുക്ക് കൂടുതൽ വേദന എടുക്കും. അപ്പൊ അതിന് കാരണം എന്തുവാ, മാസും വെലോസിറ്റിയുമാണ്. കൂടാതെ നമ്മൾ വെലോസിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ട്രക്ക്, ഒരു റെസ്റ്റ് ഇരിക്കുന്ന ട്രക്ക് വന്ന് നമുക്ക് ഒരു ഭീഷണി ഉണർത്തത്തില്ല നമ്മളത്. എന്നാൽ ട്രക്ക് ഒന്ന് പതുക്കെ വന്നിട്ട് ഒന്ന് ഇടിച്ചാലും നമ്മൾ എന്ത് ചെയ്യും, ഡേഞ്ചർ ആയിരിക്കും, ശരിയല്ലേ? അതാ പറഞ്ഞത് മാസും വെലോസിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാസും വെലോസിറ്റിയും കാരണമാണ് ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഇമ്പാക്റ്റിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റിന്റെ മാസും വെലോസിറ്റിയുമാണെന്ന് മനസ്സിലാക്കുക. ശരിയാണ്? ഇപ്പൊ നമുക്കറിയാം ഒരു ചെറിയ, നമ്മളൊരു തോക്കിന്ന് ഒരു വെടിയുണ്ട പോവുകയാണെങ്കിൽ, വെടിയുണ്ട എന്ന് പറഞ്ഞാൽ ചെറുത് സാധനമാണല്ലേ, സ്മോൾ മാസ് ആണ്. പക്ഷെ അത് വെച്ച് വേണം ഒരു മനുഷ്യനെ കൊല്ലാൻ, ശരിയല്ലേ? അതുകൊണ്ടാ ഇമ്പാക്ട് വിച്ച് ഈസ് ഡ്യൂ ടു മാസ് ആൻഡ് വെലോസിറ്റി. അതിന്റെ ആ ചെറിയ മാസ് ഹൈ വെലോസിറ്റിയിലാണ് വരുന്നത്, അപ്പൊ ഇമ്പാക്ട് കൂടി, അതാണ് സംഭവം. അപ്പൊ മാസും വെലോസിറ്റിയുമാണ് ഒരു വസ്തുവിന്റെ ഇമ്പാക്റ്റിനെ ബാധിക്കുന്ന കാര്യം. അപ്പൊ നമ്മൾ ഇപ്പൊ സംസാരിച്ചത് ഇമ്പാക്റ്റിനെ കുറിച്ചാണെങ്കിലും ടു ആക്സിലറേറ്റ് ആൻ ഒബ്ജക്ട് എ ഗ്രേറ്റർ ഫോഴ്സ് ഈസ് നീഡഡ് ഫോർ എ ഹയർ വെലോസിറ്റി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു വസ്തുവിനെ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, കൂടുതൽ ഫോഴ്സ് വേണം, വെച്ച് എന്ത് വേണം, വിത്ത് ഹൈ വെലോസിറ്റി. ഇതിൽ നിന്നാണ് മൊമെന്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് വിച്ച് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ പി, മൊമെന്റം. മൊമെന്റ് അല്ല, മൊമെന്റം. അപ്പൊ മൊമെന്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. അപ്പൊ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഇപ്പൊ നമ്മൾ സംസാരിച്ച കാര്യം ഒന്നുകൂടി തിരിഞ്ഞു നടക്കണം. എന്താ പറഞ്ഞു വന്നത്, ഇമ്പാക്ട് എന്ന് പറയുന്നത് മാസിനെയും വെലോസിറ്റിയെയും ആശ്രയിച്ചിരിക്കും. അപ്പൊ ഒരു വസ്തുവിനെ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം വിത്ത് ഹൈ വെലോസിറ്റി. അതിൽ നിന്നാണ് മൊമെന്റം വരാൻ പോകുന്നത്. മൊമെന്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് mass and velocity. So the equation is P is equal to mass into velocity. P is equal to mass into velocity. വളരെ ഇമ്പോർട്ടന്റ് ആണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ. P is equal to mass into velocity. ഇനി ഇത് മൊമെന്റം ആണ് ഇപ്പൊ പറഞ്ഞു നിർത്തിയത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊമെന്റം പഠിച്ചു വെച്ചോണം, അറിയാവുന്ന കാര്യമാണ്. ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി, എനിക്കറിയാം, എങ്കിലും തട്ടിയെടുക്കണം. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, ക്വസ്റ്റ്യൻസ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ദ SI യൂണിറ്റ് ഓഫ് മൊമെന്റം. എന്തിന്റെ യൂണിറ്റ് ചോദിച്ചാലും മക്കളെ ഒന്നുമില്ല, ആ സാധനത്തിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ. ഇവിടെ P is equal to mv. P എന്ന് പറയുമ്പോൾ പ്രഷർ എന്നൊന്നും വിചാരിക്കല്ലേ,
മൊമെന്റം ആണ്. ഓക്കെ, P is equal to mv എന്നാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി എന്നല്ലേ? മാസിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്തുവാ? കിലോഗ്രാം. ദെൻ വെലോസിറ്റിയുടെ യൂണിറ്റ് അറിയാമല്ലോ അല്ലേ? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എന്ത് വരും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അതാണ് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയാലും ശരിയാണ്. ഇതാണ് എന്തിന്റെ യൂണിറ്റ്? ദ SI യൂണിറ്റ് ഓഫ് മൊമെന്റം. മറ്റൊരു ഇമ്പോർട്ടന്റ് ചോദ്യം വരുന്നതാണ്, ഇതാ പിടിച്ചോ. മൊമെന്റം ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. എന്താണ് മൊമെന്റം എന്ന് പറയുന്നത്? ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അതുകൊണ്ട് എന്താ മൊമെന്റം എന്ത് ക്വാണ്ടിറ്റി? വെക്ടർ ക്വാണ്ടിറ്റി. മൊമെന്റം എന്ത് ക്വാണ്ടിറ്റി? വെക്ടർ ക്വാണ്ടിറ്റി. അങ്ങനെയെങ്കിൽ ഈ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞ എന്തിന്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും മക്കളെ? മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? ഇവിടെ ഡയറക്ഷൻ ഉള്ള സാധനം ആരാ? വെലോസിറ്റിയാ. അപ്പം ഈ മൊമെന്റ് ഒബ്ജക്റ്റിന്റെ മൊമെന്റം എന്ന് പറയുന്നത് അതിന്റെ ഏത് ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ എന്ത് ഡയറക്ഷൻ ആയിരിക്കും? അവിടുത്തെ വെലോസിറ്റി ഏത് ഡയറക്ഷൻ ആണോ അതിലായിരിക്കും. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്താണോ അതേ ഡയറക്ഷനിലായിരിക്കും ഈ പറയുന്ന ബോഡി മൂവ് ചെയ്യുന്നത്, മൊമെന്റത്തിൽ പോകുന്നത്. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് രണ്ട് പോയിന്റ് ആണ്. യൂണിറ്റ് ഓഫ് മൊമെന്റം ആൻഡ് മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ദ ഡയറക്ഷൻ ഈസ് ദാറ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ അതേ ഡയറക്ഷൻ ആയിരിക്കും മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. Okay, അപ്പം since an unbalanced force changes an object's velocity, it also result in a change in momentum. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ബാലൻസ്ഡ് ഫോഴ്സ് ആണ് നമുക്ക് സന്തോഷം. അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ അവിടെ മൊത്തത്തിൽ സമാധാനക്കേടാ. അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ചേഞ്ച് ആവും. വെലോസിറ്റി ചേഞ്ച് ആയാൽ നമുക്കറിയാം P is equal to mv എന്നല്ലേ? V ചേഞ്ച് ആയാൽ ആര് ചേഞ്ച് ആവും? പിയും ചേഞ്ച് ആവും. അപ്പം ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ട്, എന്തൊക്കെ പ്രശ്നം നടക്കുന്നു നോക്കിയേ. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടായാൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ചേഞ്ച് ആവും. വെലോസിറ്റി ചേഞ്ച് ആവുന്ന കാരണം ആക്സിലറേഷൻ ഉണ്ടാവുന്ന ഓൾറെഡി പറഞ്ഞു, അത് പോട്ടെ. കൂടാതെ എന്തുകൂടെ സംഭവിക്കും? ഇത് ഈ ഒബ്ജക്റ്റിന്റെ മൊമെന്റം ചേഞ്ച് ആവാൻ കാരണമാകും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കത്തണേ. ഇത്രേ ഉള്ളൂ. അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ചേഞ്ച് ആവും. അത് കാരണം ആ ഒബ്ജക്റ്റിന്റെ മൊമെന്റം ചേഞ്ച് ആവാൻ, ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഇത് കാരണമാകും. ഓക്കെ, അങ്ങനെയെങ്കിൽ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ഇത്രയും നേരം സെക്കൻഡ് ലോ പറഞ്ഞില്ല. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്ന ആരെ കുറിച്ചാ? ഇമ്പാക്ട് മൊമെന്റത്തെ കുറിച്ചായിരുന്നു. ഇനിയാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയാൻ പോകുന്നത്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് the rate of change of momentum of an object is proportional to the applied unbalanced force in the direction of force. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു കാറിനെ, ഒരു ബാറ്ററി പോയി കിടക്കുന്ന ഒരു കാറാണ്, അതിനെ നമ്മൾ പെട്ടെന്ന് പോയി അങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർ മൂവ് ചെയ്യൂ? ഇല്ല, അത് പെട്ടെന്ന് ഒരു സ്പീഡിലൊന്നും എത്തത്തൊന്നുമില്ല. എന്നാൽ നമ്മൾ പതുക്കെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പുഷ് ചെയ്യുക. ആദ്യം 1 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് പതുക്കെ അതിന്റെ വെലോസിറ്റി കൂട്ടി കൂട്ടി വരുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? ഈ കാറ് പതുക്കെ നല്ല നല്ല സ്പീഡിലേക്ക് പോവാൻ തുടങ്ങും. ഓക്കെ, സോ ഓൾസോ ദ ഫോഴ്സ് നെസസറി ടു ചേഞ്ച് ദ മൊമെന്റം ഓഫ് ആൻ ഒബ്ജക്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈം റേറ്റ്. ശരിയല്ലേ? ആദ്യം നമ്മൾ തൊടുത്തപ്പം വലുതായിട്ട് മൂവ് ചെയ്യുന്നില്ല, സമയം മാറുന്ന അനുസരിച്ച് എന്ത് ചെയ്തു? ഈ പറയുന്ന കാറ് നല്ല മാക്സിമം സ്പീഡിലേക്ക് എത്തി. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? കാർ ആദ്യം ഇരിക്കുമ്പോൾ മൊമെന്റത്തിൽ ഇരിക്കുവാണ്, അതിന്റെ മൊമെന്റം ചേഞ്ച് ആയത് എപ്പോഴാ? ഈ പറഞ്ഞ ഫോഴ്സ് എത്ര സമയത്തേക്ക് കൊടുത്തപ്പോഴാണ് മൊമെന്റം ചേഞ്ച് ആയത്. അപ്പം ഈ പറയുന്ന ടൈമിന് നമ്മുടെ ഈ മൊമെന്റത്തിൽ ഒരു വലിയ പങ്കുണ്ട്. അപ്പം അതാണ് ഇനി പറയാൻ പോകുന്നത്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണെന്നുള്ളത്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി applied unbalanced force in the direction of force. എന്ന് പറഞ്ഞാൽ delta P is directly proportional to F. അങ്ങനെ ഓർത്താൽ മതി. എന്തോ delta P is directly proportional to F. അവിടെ ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കുവാണെങ്കിൽ, നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് m ആണെന്നിരിക്കട്ടെ, അത് സ്ട്രെയിറ്റ് ലൈനിൽ ഇനിഷ്യൽ വെലോസിറ്റി എവിടെ പറഞ്ഞാലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും? സ്മോൾ ലെറ്റർ u. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി പോവുകയാണ്, നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. അത് കാരണം ഈ പറഞ്ഞ ബോഡിയുടെ, ഈ പറഞ്ഞ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി സ്മോൾ ലെറ്റർ വിയിലേക്ക് മാറി. സ്മോൾ ലെറ്റർ യുവിൽ നിന്ന് എങ്ങോട്ട് പോയി? സ്മോൾ ലെറ്റർ വിയിലേക്ക് മാറി. ഓക്കെ, എത്ര സമയം കൊണ്ടാ? t സമയം കൊണ്ട്. കണ്ടോ, എല്ലാ കാര്യങ്ങളും വന്നേ. ഇപ്പം ഒരു ബോഡി അങ്ങനെ അടങ്ങിയിരിക്കുവായിരുന്നു ഇനിഷ്യലി റെസ്റ്റില്, ഇനിഷ്യൽ വെലോസിറ്റി അവിടെ ഉണ്ടായിരുന്നു u. ആ ബോഡിയിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ ഇവനെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോഴ്സ് കൊടുത്തു ഇത്ര സമയത്തേക്ക്, 10 സെക്കൻഡിലേക്ക് അല്ലെങ്കിൽ t സെക്കൻഡിൽ, ശരി
ഫോഴ്സ് കൊടുത്തപ്പോൾ ഈ പറയുന്ന ബോഡി മൂവ് ആവും, ശരിയല്ലേ? ബോഡി മൂവ് ആയിട്ട് യു മാറി ആരായി? വി ആയി. ഇത്ര ഇപ്പൊ കാര്യം പറഞ്ഞോളൂ. അങ്ങനെയെങ്കിൽ ഈ ബോഡിക്ക് രണ്ട് മൊമെന്റം ഉണ്ട് അല്ലെ? ബോഡി ആദ്യം 1, 2, ബോഡി ഇരുന്ന വെലോസിറ്റി യു ആണ്, പിന്നീട് എന്തായി? വി ആയി. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഒന്നിലെ വെലോസിറ്റി മൊമെന്റം നമുക്ക് എന്ത് വിളിക്കാം? ഇനിഷ്യൽ മൊമെന്റം. ഇനിഷ്യൽ മൊമെന്റം എന്തുമായിരിക്കും ആ ഒബ്ജക്റ്റിന്റെ? ഒന്നുമില്ല, ഇനിഷ്യൽ മൊമെന്റം P1 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു മാസ് ഓൾറെഡി പറഞ്ഞ എത്രയാണ്? എം ആണെന്ന് പറഞ്ഞായിരുന്നു. ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഇനിഷ്യൽ വെലോസിറ്റി. അപ്പൊ P1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? mu. ഓക്കെ, ഇനി ഈ ബോഡി അവസാനം V എന്ന് പറഞ്ഞ വെലോസിറ്റി എത്തുമ്പോൾ എന്തുണ്ടാവും? ഫൈനൽ മൊമെന്റം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഫൈനൽ മൊമെന്റം കാണാൻ എന്ത് ചെയ്താൽ മതി? P2 is equal to എത്രയാണ് മാസ്? M. വെലോസിറ്റി എത്രയാണ് ഫൈനൽ? V ആണ്. സോ P2 is equal to mv. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? P1 is equal to mu, P2 is equal to mv. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക്, the change in momentum, ചുമ്മാതിരുന്ന സാധനത്തിനെ ഒന്നിൽ നിന്നും രണ്ടിലെത്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്തുണ്ടായി? ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടായി. ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടായി. അപ്പം ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം. അതല്ലേടാ ചേഞ്ച് ഇൻ മൊമെന്റം. P2 മൈനസ് P1 ആണ്. P2 ന്റെ വാല്യൂ എന്തോ മക്കളെ? M ഇൻറ്റു V എന്നാണ്. മൈനസ് എന്ത് വരും? M ഇൻറ്റു U. M കോൺസ്റ്റന്റ് എടുക്കുവാണെങ്കിൽ M ഇൻറ്റു V മൈനസ് U എന്ന് എടുക്കും. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ലോ പറയണം. എന്താ പറഞ്ഞത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ ഇവിടെ എന്തുമായിരിക്കും നോക്കിയേ? ദ റേറ്റ് ഓഫ്, പേടിക്കരുത് കണ്ടിട്ട്, എവിടെ റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്തുവാ? ബൈ ടൈം ചെയ്യണം. എന്തുവാ മക്കളെ? നമ്മൾ ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടേ M ഇൻറ്റു V മൈനസ് യു. കത്തി. ഓക്കെ, M ഇൻറ്റു V മൈനസ് യു. ഇനി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുമ്പോൾ എന്തുവാ? ഇപ്പം ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം, ചുമ്മാ പറയുന്നതാണ്. വെലോസിറ്റി ബൈ ടൈം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫോഴ്സ്, ചുമ്മാ പറയുന്നതാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഫോഴ്സ് ബൈ ടൈം. അപ്പൊ ഇവിടെ എന്തുവാ പറയുന്നത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ എന്തുമായിരിക്കും? മൊമെന്റം ബൈ ടൈം അല്ലേ? മൊമെന്റം ഓൾറെഡി കണ്ടുപിടിച്ചു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിച്ച് എന്തുവാ? M ഇൻറ്റു V മൈനസ് യു ബൈ എന്ത് ചെയ്യണം? T. കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലേ? അപ്പം M ഇൻറ്റു V മൈനസ് യു ബൈ T. ഇനി സെക്കൻഡ് ലോ എന്തുവാ പറഞ്ഞത്? സെക്കൻഡ് ലോ പറയുന്നത് ദ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി, അല്ലെങ്കിൽ ദ അൺബാലൻസ്ഡ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. പിടിച്ചോ? F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. എന്തുവാടാ? M ഇൻറ്റു V മൈനസ് യു ബൈ T. അപ്പോൾ അങ്ങനെ എഴുതാമല്ലോ, ശരിയല്ലേ? F is directly proportional to M into V minus U by T. അങ്ങനെയെങ്കിൽ F is equal to, നമുക്കറിയാം എവിടെ ഇങ്ങനെ സാധനം കണ്ടാലും അല്ലെ, പ്രൊപ്പോർഷണാലിറ്റി കണ്ടാലും നമുക്ക് ഇരിക്കപ്പുറതില്ല. നമ്മൾ ഉടനെ ഒരു കോൺസ്റ്റന്റ് കൊടുക്കും. ആ കോൺസ്റ്റന്റ് ആണ് ഇവിടുത്തെ K. ഓക്കെ, അപ്പം F is equal to എന്ത് വന്നു? K into M into V minus U by T. അങ്ങനെയെങ്കിൽ നോക്കണം, ഇവിടെ കിടക്കുന്ന സാധനം ശ്രദ്ധിക്കണേ. V minus U by T. ഷെടാ അതെന്തുവാടാ? ശ്രദ്ധിച്ചേ മക്കളെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് പഠിക്കാനുണ്ട്, പഠിക്കും. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, സമ്മതിച്ചെല്ലാരും. ഇനി ഇത് അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ബൈ ടൈം എന്തുവാ മക്കളെ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വെലോസിറ്റി ബൈ ടൈം എന്തുമായിരിക്കും? അതിനെ വിളിക്കുന്ന പേരല്ലടാ ആക്സിലറേഷൻ A. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ V മൈനസ് യു ബൈ ടി എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? A എന്ന് കൊടുക്കാം. കാരണം എന്താ? അത് ആക്സിലറേഷൻ ആണ്, ശരിയല്ലേ? സോ നമ്മൾ മാറ്റി. F is equal to K into M into V minus U by T ആയിരുന്നു. ഈ കാണുന്ന V minus U by T ക്ക് പകരം എന്തെഴുതാം? A എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ വീണ്ടും മാറി. F is equal to K into M into A. K എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. K എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. F is equal to K into M into A. ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഓടുന്നു. ഈ കെയുടെ വാല്യൂ 1 എന്ന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഫോഴ്സിന്റെ വാല്യൂ കിട്ടില്ലേ മക്കളെ? സോ കെയുടെ വാല്യൂ 1 ആവുകയാണെങ്കിൽ, K 1 ആവുകയാണെങ്കിൽ F is equal to എന്തായിരിക്കും? MA. ഇത് നമുക്കെല്ലാം അറിയാം, ശരിയല്ലേ? F is equal to MA. F is equal to MA എങ്ങനെ വന്നു എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. F is equal to MA വന്ന വഴിയാണ് നമ്മൾ കണ്ടത്. എവിടെ നിന്ന് അത് വന്നത്? സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്ന്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഫോഴ്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞ ലോ ഏതടാ എന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണടാ എന്ന് പറയണം. എന്താണത്? സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. കാരണം സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ ആ നമ്മൾ ചുമ്മാ ഡെഫിനിഷൻ പഠിച്ചു വെച്ചാൽ പോരാ. എന്തുവാ പറഞ്ഞത്? അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. സിമ്പിൾ.
അപ്പൊ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ? അപ്പൊ ആദ്യം ചേഞ്ച് ഓഫ് മൊമെന്റം കാണണം. കണ്ടു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ബൈ ടൈം ചെയ്തു. ഇനി എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. കോൺസ്റ്റന്റ് കെ കൊടുത്തു, പി മൈനസ് യു ബൈ ടി എ എന്ന് വിളിച്ചു. സോ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം ഇൻറ്റു എ. ദെൻ കെയുടെ വാല്യൂ 1 ആവുകയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ എന്താണ് 1 യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ചോദ്യമൊക്കെ ചോദിച്ചത് ഞെട്ടരുത്. എന്താണ് കേട്ടോ? 1 യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ദാറ്റ് produces an acceleration of 1 meter per second square in an object of 1 kilogram mass. എന്റെ പൊന്നു സാറേ, എന്തു ഈ പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഒന്നുമില്ല, ഈ വാല്യൂ എല്ലാം 1 ആവുന്ന എപ്പോഴാണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. 1 യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ വാല്യൂ 1 ആവണം. ദേ പിടിക്കുന്നു. അത് എപ്പോഴാണ് 1 ആവുന്നത്? മാസിന്റെ വാല്യൂം ആക്സിലറേഷന്റെ വാല്യൂം 1 ആകണം. ഈ ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ദാറ്റ് പ്രൊഡ്യൂസസ് ആൻ ആക്സിലറേഷന്റെ വാല്യൂ എത്ര? 1 meter per second square. ആക്സിലറേഷന്റെ യൂണിറ്റ് ഒക്കെ അറിയാമല്ലോ അല്ലെ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണേ. ഇൻ ആൻ ഒബ്ജക്ട് ഓഫ് 1 kilogram mass. കണ്ടോ, 1 മാസും 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആവുമ്പോൾ ഫോഴ്സ് 1 ആവും. അതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് ഫോഴ്സ്. ഇതിനെയാണ് 1 യൂണിറ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ചോദിക്കാം, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കെല്ലാം അറിയാം, നമ്മൾ പുലികളാണ്. ന്യൂട്ടൺ. മറ്റൊരു യൂണിറ്റ് കൂടെ ഈ ഇക്വേഷന് പറയാം അല്ലെ? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ ഫോഴ്സിന് മറ്റൊരു യൂണിറ്റ് കൂടെ ഉണ്ട്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2. പഠിച്ചു വെച്ചോണം, ചോദിക്കും. ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതെങ്ങാണ് മാറി വന്ന് ഇതെങ്ങാണ് ഓപ്ഷനിൽ വന്നാൽ ഞെട്ടരുത്, അത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് വരുന്നത് എഫ് ഇസ് ഈക്വൽ ടു എം എയിൽ നിന്നാണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ വരുന്നത് സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്നാണ്. കത്തിയെ. അപ്പം സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ കിടക്കുന്നു. ഗീവ്സ് എ മെത്തേഡ് ടു മെഷർ ദ ഫോഴ്സ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് ആക്സലറേഷൻ. പിടിച്ചു. സെക്കൻഡ് ലോ കൊണ്ടുള്ള ഗുണം കിട്ടിയത് ഇവിടെയാണ്. ഒരു വസ്തുവിന്റെ ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ ആ വസ്തുവിന്റെ മാസിനെയും ആക്സലറേഷനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ വസ്തുവിന്റെ ഫോഴ്സ് കിട്ടും. അടിപൊളി, ആ വസ്തുവിന്റെ ഫോഴ്സ് കിട്ടും. ദിസ് ഈസ് നോൺ ആസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? വളരെ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. കേൾക്കുമ്പോൾ നമ്മൾ പണ്ടൊക്കെ അടി കിട്ടിയിട്ടുള്ളവരുണ്ടായിരിക്കും ഈ ക്ലാസ്സിൽ അല്ലേ? ഡിഫൈൻ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ടീച്ചർ ചോദിച്ചു, പറയാൻ പറ്റിയില്ല, അടി കിട്ടി, മൊത്തം വഴക്കും കേട്ടു. എന്നാൽ അതല്ല ഇവിടുത്തെ കാര്യം. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഡെഫിനേഷൻ ആയിട്ട് പറയാം. അതിന്റെ എഫക്റ്റ് ആണ് പറയേണ്ടത്. കാരണം നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. അതുകൊണ്ട് ഇത് വേണം കയ്യിൽ, അല്ലാതെ ഡെഫിനേഷൻ അല്ല കൂടുതലായിട്ട് കയ്യിൽ വേണ്ടത്. അപ്പം സെക്കൻഡ് ലോ ഓഫ് മോഷൻ കാരണമാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഫോഴ്സിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ കിട്ടിയത്. എഫ് ഇസ് ഈക്വൽ ടു എം എ. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഒരു ഒബ്ജക്റ്റിന്റെ ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ ഒബ്ജക്റ്റിന്റെ മാസ് എന്താണോ അതിന്റെ അപ്പുറത്തെ ആക്സിലറേഷൻ എന്താണോ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ എന്ന് മാത്രം മക്കൾ പറഞ്ഞാൽ പോരാ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിട്ടി? ഓക്കെ, സെറ്റ് ആണേ. അപ്പം വീണ്ടും അടുത്ത സെഷനിൽ കാണാം. ഗുഡ് നൈറ്റ്.